എൻ്റെ തട്ടിക്കൂട്ട് കുക്കിങ്ങിൽ പാർട്ട് 2 ആയത്. ഈ ചിലപ്പോൾ വല്ലാതെ ക്രേവിങ് വന്നിരിക്കുന്ന സമയത്താണ് ഞാൻ മിക്കവാറും കുക്ക് ചെയ്യാറ്. അപ്പോൾ ഫ്രിഡ്ജിലൊന്നും കാണത്തില്ല. പക്ഷേ ഈയിടെ ഞാൻ പറഞ്ഞ് അമ്മയോട് കുറച്ച് ക്യാപ്സിക്കവും ക്യാബേജും ഒക്കെ ഞാൻ വാങ്ങിച്ചു വെച്ചു. എനിക്ക് ഇതുവരെ ക്രേവിങ് വരാത്തതുകൊണ്ട് ഞാൻ ഇതുവരെ അത് എടുത്തില്ല. അപ്പോൾ കുറച്ച് വാടി തുടങ്ങി. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഇതെല്ലാം കൂടി ഇട്ട് ഒരു കറി എന്തെങ്കിലും തട്ടിക്കൂട്ടാന്ന് വിചാരിച്ചു. മീൻ വന്നിരിക്കുന്ന സമയം അപ്പോൾ നമുക്ക് പ്രോട്ടീനും വേണമല്ലോ. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ സോയാബീനും കൂടെ ആഡ് ചെയ്തിട്ട് സെറ്റാക്കുന്നത്. തട്ടിക്കൂട്ടാണേലും ടേസ്റ്റ് അത്യാവശ്യം കാണുമെന്ന് എനിക്ക് നല്ല ഉറപ്പായിരുന്നു. അങ്ങനെ പ്രത്യേകിച്ച് സാധനങ്ങളൊന്നും ഇല്ല. കയ്യിലുണ്ടായിരുന്ന സലാഡ്, തക്കാളി, പച്ചമുളക്, ക്യാപ്സിക്കം, ക്യാബേജ്, ഇതൊന്നും ഇതിനകത്ത് അത്ര അത്യാവശ്യമൊന്നും അല്ല. ഇതിന്റെ പേരും എന്നോട് ചോദിക്കില്ല. ഇതെല്ലാം കൂടെ മിക്സ് ആക്കി എന്ത് ടേസ്റ്റ് ആവുമെന്ന് അറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റിക്ക് ഞാൻ ഒന്നുണ്ടാക്കിയെന്നേ ഉള്ളൂ. എല്ലാം ജസ്റ്റ് ഒന്ന് വഴണ്ട് വരുമ്പോഴത്തേക്ക് ബാക്കി എന്തൊക്കെ മസാല പൗഡേഴ്സ് ആണോ ആവശ്യമുള്ളത് അതെല്ലാം ഇടാം. ഞാൻ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മസാല ഇത്രയും ഐറ്റംസേ ആഡ് ചെയ്തുള്ളൂ. അത് കഴിഞ്ഞ് ഇതെല്ലാം കുക്കായി വരുന്ന സമയത്ത് നമ്മൾ വെച്ച സോയാബീനും കൂടെ അതിനകത്ത് ആഡാക്കി അടച്ച് മൂടി വെച്ച് വേവിക്കുക. അത്രേ ഉള്ളൂ ഗൈസ്. ചപ്പാത്തിയോ പൊറോട്ടയോ ചോറോ എന്തിൻ്റെ കൂടെ വേണേലും കഴിക്കാൻ. ട്രസ്റ്റ് മീ ഗൈസ്, ഞാൻ വിചാരിച്ചതിനേക്കാളും എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഇനി കുറച്ചുണ്ടാക്കിയാണോ എന്ന് അറിയത്തില്ല, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പക്ഷേ ക്രേവിങ് വന്ന സമയം 10 മണി ആയതുകൊണ്ട് ഉണ്ടാക്കി വന്ന് കഴിച്ചപ്പോഴത്തേക്ക് ഒരു 12 മണിയൊക്കെ ആയി. അപ്പോഴത്തേക്ക് എല്ലാവരും കിടന്നു.